അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹദീസ് പാഠത്തിലെ 17-ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുസ്ലിമിൻ്റെ വേഷം, അതാണ് വിഷയം. അൻ മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ നബിയല്ലാഹ് ഔറാത്തിനാ മാ നഅതി മിൻഹ വന നദർ ഖാല احفظ عورتك إلا من زوجتك أو ما ملكت يمينك. قلت يا رسول الله إذا كان القوم بعضهم في بعض قال إن استطعت إلا يراها أحدا فلا يراها. قال قلت يا نبي الله إذا كان أحدنا خاليا قال فالله أحق അൻ യസ്തഹി മിനഹുന്നാസ്. മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങളുടെ ഔറത്തിൽ വെളിവാക്കാൻ പറ്റുന്നതും അല്ലാത്തതും എന്താണ്? അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ ഔറത്തിനെ സൂക്ഷിക്കുക. നിൻ്റെ ഭാര്യയുടെയോ നിൻ്റെ വലങ്കൈ ഉടമപ്പെടുത്തിയവരുടെയും അരികിലൊഴികെ. ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആളുകൾ തമ്മിൽ ഇടകലരുന്ന സമയത്താണെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, ഔറത്ത് ആരും കാണാത്ത രൂപത്തിൽ സൂക്ഷിക്കാൻ നീ ശ്രമിക്കേണ്ടതുണ്ട്, അതാരും കാണാതിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ ഒറ്റക്കാണെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആകുന്നു ജനങ്ങളെക്കാൾ ലജ്ജയുള്ളവനായി പരിഗണിക്കപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ. ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കുന്നതിനെയാണ് ഇസ്ലാമിക വസ്ത്രധാരണ രീതി എന്നറിയപ്പെടുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാം വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ നൽകുന്നത്. മുഖവും മുൻകൈയും ഒഴികെയുള്ളവ അന്യരുടെ സാന്നിധ്യത്തിൽ പുറത്ത് കാണിക്കരുതെന്നാണ് സ്ത്രീകൾക്കുള്ള നിയമമെങ്കിൽ, കാൽമുട്ടിനും പൊക്കിളിനുമിടയിലുള്ള ഭാഗം മറക്കണമെന്നാണ് പുരുഷന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ. നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടാൻ പാടില്ല. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, 3 വിഭാഗം ആളുകളോട് അന്ത്യനാളിൽ അല്ലാഹു സംസാരിക്കുകയില്ല. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ അൽ മന്നാനുല്ലദീ ലാ യുഅതി ശൈഅൻ ഇല്ലാ മന്നഹു വൽ മുനഫിഖു സിൽഅതുഹു ബിൽ ഹലിഫിൽ ഫാജിർ വൽ മുസ്ബിലു ഇസാറഹു. എന്ത് നൽകിയാലും അതെല്ലാം എടുത്തു പറയുന്നവൻ, കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്നവൻ, വസ്ത്രം വലിച്ചിഴക്കുന്നവൻ. സ്ത്രീകളുടെ വസ്ത്രധാരണവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരോഗമനവാദികൾ, ഹറാമിലേക്ക് ക്ഷണിക്കുന്നവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒന്നല്ല. ശരീരത്തിലും വിചാരത്തിലും വികാരത്തിലും വ്യത്യാസമുണ്ട്. സമൂഹം ഒരു പുരുഷനോട് ഇടപെടുന്നത് പോലെയല്ല ഒരു സ്ത്രീയോട് ഇടപെടുന്നത്. ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അവർ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ ചില മുൻകരുതലുകൾ ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ വസ്ത്രധാരണം തന്നെയാണ്. സൂറത്തുൻ നൂർ 31-ാം വചനം ശ്രദ്ധിക്കുക. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വല യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബ്ന ബിഖുംരിഹിന്ന അലാ ജുയൂബിഹിന്ന. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക. അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്കു മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അപ്പം സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ പറയുന്നു, ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കാൻ പറയുന്നു, ഭംഗിയിൽ നിന്നും പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും പറയുന്നു. എന്നിട്ട് പറയുന്നു, വൽയദ്രിബ്ന ബിഖുംരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്ക് മീതെ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന്. അതേപോലെ
ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന സ്ത്രീകൾ, അവർക്ക് ശാപമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിന്നാരി ലം അറഹുമ ഖൗമും മഅകും സിയാത്തുൻ കഅദ്നാബിൽ ബഖറ യദ്രിബൂന ബിഹന്നാസ് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹ വഇന്ന റീഹഹ ലിയൂജദു മിൻ മസീരി കദ വകദ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വിഭാഗം ആളുകൾ നരകത്തിലാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഒരു വിഭാഗം ആളുകളാണ്, അവിടെ കയ്യിൽ പശുവിൻ്റെ വാലുകളെപ്പോലെയുള്ള ചട്ടവാറുകളുണ്ടാകും, അതുകൊണ്ട് അവർ ജനങ്ങളെ അടിക്കുന്നു. ചില ഭരണാധികാരികൾ. 2 ചില സ്ത്രീകളാണ്, അവർ വസ്ത്രം ധരിച്ചവരാണ്, അതേസമയം നഗ്നകളുമാണ്. ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവർ, അവിടെ തലകൾ ഒട്ടകത്തിൻ്റെ പുഞ്ഞ പോലെ ആടിക്കൊണ്ടിരിക്കും. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിൻ്റെ മണം പോലും അവർക്ക് ലഭിക്കുകയില്ല. തീർച്ചയായും അതിൻ്റെ മണം അതിവിദൂരമാണ്, അടിച്ചു വീശുന്നതാണ്. 40 വർഷത്തെ വഴി ദൂരമെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വസ്ത്രം അലങ്കാരമാണ്, വസ്ത്രം സൗന്ദര്യമാണ്. ഇസ്ലാമിക വസ്ത്രധാരണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കണം. പുരുഷന്മാരുടെ വസ്ത്രം കണങ്കാലിനും നെരിയാണിക്കുമിടയിലാകണം. സ്ത്രീകളുടെ വസ്ത്രം മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറക്കുന്നതാകണം. വസ്ത്രം നേർത്തതോ വലിഞ്ഞു നിൽക്കുന്നതോ ശരീരഭാഗങ്ങളെ പ്രകടമാക്കുന്നതോ ആയിരിക്കരുത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. 24 മണിക്കൂറും കുറ്റം കിട്ടുന്ന കാര്യമാണ് വസ്ത്രം ശരിക്കു ധരിക്കാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, പിശാച് അത്യാഗ്രഹം ഇട്ടുകൊടുത്ത് ആദം അലൈഹിസ്സലാം പഴം കഴിച്ചപ്പോൾ ആദ്യം നഗ്നത വെളിപ്പെടുകയാണ് ചെയ്തത്. നഗ്നത വെളിപ്പെടുത്തുക എന്നത് പിശാചിൻ്റെ മുഖ്യ അജണ്ടയായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഔറത്ത് വെളിപ്പെടുന്നൊരവസ്ഥയില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു ആലം. അല്ലാഹു നമുക്കോരോരുത്തർക്കും വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ രക്ഷപ്പെടുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ അല്ലാഹു തആല നമുക്കോരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.